നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC ഈ മാസം ഏപ്രിൽ 23 നടത്തിയ ബീറ്റ് ഫോറസ്റ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് PSC നടത്തിയിട്ടുള്ള എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം, അതിനകത്ത് ചോദ്യങ്ങൾ പരിചയപ്പെട്ടിരിക്കണം. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിലേ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആരാണ്? ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ ആണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി. അപ്പോൾ ഇപ്പോ കറന്റ്ലി ഓരോ പൊസിഷനിലും ആരൊക്കെയാണ് ഇരിക്കുന്നത്, അവരുടെ പേരുകൾ നോക്കിയിട്ടേ പരീക്ഷയ്ക്ക് പോകാവേ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ ആരാ? ശതവാഹനാസ് ആണ്. ശതവാഹനന്മാരാണ് ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി ശരിയുത്തരം എഴുതുക. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാ? വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിയത് 1498. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നടന്നത് ആറ്റിങ്ങൽ കലാപം 1721. രണ്ടാമത് പഴശ്ശി കലാപമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം 1793, 1797. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800, 1805. ഇനി മൂന്നാമത്തെ സംഭവം ഏതാ? വേലുത്തമ്പിയുടെ കലാപമാണ്. അപ്പൊ വേലുത്തമ്പി കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം 1809. അടുത്തത് കുരിശ്യ കലാപം വർഷം 1812. അപ്പൊ നോക്കുമ്പോ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയ് 21 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA അതുപോലെ ലാബ് അസിസ്റ്റന്റ് ജൂൺ 21 പരീക്ഷ. ഈ രണ്ട് പരീക്ഷകൾക്കും വേണ്ടി 50 days റിവിഷൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ പോർഷൻസ് തരും കേട്ടോ. ടൈം ടേബിൾ 50 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ Day 1 Day 2 ആയിട്ട് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഓരോ ദിവസം എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. രാത്രി 10 മണിക്ക്. രാത്രി 10 മണി തൊട്ട് PSC നടത്തുന്ന അതേ പാറ്റേണിൽ നെഗറ്റീവ് ഉൾപ്പെടെ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം ടേബിളിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാ പോർഷൻസും, കറണ്ട് അഫയേഴ്സ് അതുപോലെ SCERT ഫുൾ സിലബസ് കവറേജ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ റിവിഷൻ ആണ് നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റ് ഇനി പുതിയ പുതിയ പോർഷൻസ് പഠിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി, ഫയർമാൻ, ഫയർ വുമൺ, സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അതുപോലെ ജനറൽ PSC ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനി വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനി LGS, ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ സാധിക്കുന്ന കമ്പനി LGSന് വേണ്ടി 90 days സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഇതിന് വേണ്ടിയിട്ടൊക്കെ ബാച്ച് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. VFA ഒക്കെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ആണ്. ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കോഴ്സുകളിൽ ഫുൾ സിലബസ് കവറേജ്, പുതിയ SCERT, പഴയ SCERT, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്ലാസ്സുകൾ, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കിട്ടും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക്
കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജുടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും കിട്ടും, നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിരിക്കും. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്കും കിട്ടും കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നതാണ് ബന്ധമില്ലാത്തത്. ബാക്കി മൂന്നും ശരിയാണ്. ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനം. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരിയാണ് അഗസ്റ്റസ് സീസർ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പമ്പയാണ്. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ, ഈസ്റ്റ് ഫ്ലോയിങ് 3 റിവേഴ്സ് ഏതൊക്കെയാ? കബനി, ഭവാനി, പാമ്പാർ. അടുത്ത ചോദ്യം, നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? നീർമഹൽ സ്ഥിതി ചെയ്യുന്നത് രുദ്രസാഗർ തടാകത്തിലാണ്. രുദ്രസാഗർ തടാകം. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ഫ്രാൻസിലാണ് ടൈം സോൺസ്, സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ളത്. അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ശിലാവൽക്കരണം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദേശീയപാത 1 സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിച്ചു. റീജിയണൽ റൂറൽ ബാങ്ക് 1975 സ്ഥാപിതമായി. ഇത് രണ്ടും കറക്റ്റ് ആണ്. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ഇവിടെ 67 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? GST ലയിക്കപ്പെട്ടത് വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഇത് 3 ശരിയാണ്. 3 ഏതിൽ ലയിച്ചു? GST ലയിച്ചു. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ദാരിദ്ര്യ രേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഇതൊക്കെ പഴയ SCRT-യിലുണ്ട്. ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചത് 1998. ഇവിടെ 95 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് തെറ്റ്. അടുത്ത ചോദ്യം, ഇപ്പോൾ 2ഉം 3ഉം ശരിയായിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. ശരി. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപം ഉണ്ട്. ശരി. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. ശരി. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. ശരി. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ശരി. അപ്പൊ ഈ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്: കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഏതാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ശരി. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി.
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷനാണ്. നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത് അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ എങ്ങോട്ടേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നു. ഇതേ സെന്റൻസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ബിയും ഡിയും, ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്ന് കണ്ടെത്തുക. 243 ഡി ആണ് ഉത്തരം. 243 ഡി. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മായം ചേർക്കലുണ്ട്. അത് മാത്രം PSC മുന്നേ ഒരു പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. മായം ചേർക്കൽ ഏത് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണ്. ഇനി തൊഴിൽ സംഘടനകളുണ്ട്. തൊഴിൽ സംഘടനകൾ. അടുത്തത് വിവാഹവും വിവാഹ മോചനവും. ഇത് 3ഉം കൺകറന്റ് ലിസ്റ്റാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി, BEG ആണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടന മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം. ജുഡീഷ്യൽ റിവ്യൂ ആണ്. എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം കാനഡ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്ര തലവൻ എന്ന ആശയം അയർലൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം എന്ന ആശയം എവിടുന്ന? ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പ്രധാന കമ്മീഷനുകളും അതിന്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ 2ാം പിന്നാക്ക കമ്മീഷനാണ്. മണ്ഡൽ കമ്മീഷൻ 2ാം പിന്നാക്ക കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ 2ാം പിന്നാക്ക കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുന്നതിന്. ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കുക. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. ഓപ്ഷൻ ഡി ആണ് ശരിയെ. ഇന്ത്യൻ ഭരണഘടന കേന്ദ്ര അധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. അപ്പൊ ഇവിടെ 4 സൂചനകൾ തന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ആരായത്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗ്യാനേഷ് കുമാറിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ശരി. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ശരി. ഇത് 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെയാ? ബോൾഗാട്ടിയിലാണ് നടന്നത്. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണെന്ന് നോക്കാം. 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകൾ ആയിരിക്കണം. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താപത്രികയാണ് സ്ത്രീ ശക്തി. ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ സുഗതകുമാരിയായിരുന്നു. ഇവിടെ കമലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം തെറ്റിപ്പോയി, ബാക്കിയെല്ലാം ശരി. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുക്കുന്നു. തെറ്റായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തെറ്റായ ജോഡി 3ാമത്തത് മാത്രമാണ്. ബാക്കിയെല്ലാം ശരിയാണ്. മിഠായി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷയാണ് വയോമിത്രം.
അടുത്ത ചോദ്യം, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് എന്ത്? സീറമാണ്, സീറം. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ഏത്? മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്നത് ട്രിപ്സിനാണ്, പ്രോട്ടീന്റെ ദഹനം. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B2. ജീവകം B2 ആണ് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നത്. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? മലമ്പനിയാണ്, മലമ്പനി. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദുവ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? ജാർഖണ്ഡ്, ജാർഖണ്ഡ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്ക ആസ്ഥാനം IBCA, ഇതിന്റെ ആസ്ഥാനം എവിടെയാ? ഡൽഹിയാണ് ആസ്ഥാനം. ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രവ്യവുമായിട്ട് ബന്ധമില്ല എന്നതാണ് ഉത്തരം. 60 ഡിഗ്രി കോണിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എത്രയായിരിക്കും? E/4 ആണ്, E/4. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ഭാരം. അടുത്ത ചോദ്യം, ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? 10 കിലോഗ്രാം ആണ്, 10 കിലോഗ്രാം. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരാണ് ഗഗൻയാൻ, ഗഗൻയാൻ ആണ്. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. ശരി. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക് മാസ് നിർണ്ണയിക്കുന്നത്. ശരി. കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ശരി. അപ്പൊ ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. ചേരുംപടി ചേർക്കുക. ഇവിടെ തന്നിരിക്കുന്ന മൂലകങ്ങൾ രണ്ടാമത്തെ കോളവുമായി ബന്ധപ്പെടുത്തി ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരമാണ് ജർമ്മൻ സിൽവർ. മിഷ് മെറ്റൽ എന്നാൽ ലാന്തനൈഡുകളുടെ സങ്കരമാണ്. ചാൽക്കോജനുകൾ 16ാം ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിക്കുന്ന പേര് ചാൽക്കോജൻസ്, ഓക്സിജൻ ഫാമിലി. ഹാലോജനുകൾ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഓപ്ഷൻ സി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്, 2 മാത്രം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെ? മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക നമ്പർ 118 ആയ മൂലകത്തിന്റെ പേരെന്താ? ഒഗയനേസൺ എന്നതാണ്, ഒഗയനേസൺ. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതൊക്കെ? തെറ്റായ പ്രസ്താവന എയും സിയുമാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈത ആശ്രമം അധ്യാപകനായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. അടുത്ത ചോദ്യം, MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. ഇനി എല്ലാ പരീക്ഷയ്ക്കും അദ്ദേഹത്തെ പ്രതീക്ഷിക്കാം കേട്ടോ. മാണിക്കക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. ശരി. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. ശരിയാണ്. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ഇത് 3 ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. A, B, D. 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന, ആദ്യത്തെ 3 പ്രസ്താവനയും തെറ്റാണ്, അവസാനത്തെ പ്രസ്താവന ശരിയാ. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങളാണ് ഉണ്ടായിരുന്നത്. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് ഋഷഭ് ഷെട്ടിയാണ്, കന്നഡ താരം. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്.
മികച്ച പ്രാദേശിക സിനിമ ആയി തെരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളക്കയാണ്. മികച്ച പിന്നണി ഗായികയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീയാണ്. ഇത് 3 ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ്, 4 ശരിയാണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഉത്തരം. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായത് 4ാമത്തത് മാത്രമാണ് തെറ്റായത്, ബാക്കിയെല്ലാം ശരി. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. അപ്പോൾ ഡി മാത്രമാണ് തെറ്റിപ്പോയത്. അടുത്തത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ആണ്. 0.01 × 0.02 വാല്യൂ 0.0002 എന്നതാണ്. ഒരാൾ 6000 രൂപയ്ക്ക് ഒരു കസേരയും ഒരു മേശയും വാങ്ങുന്നു. അയാൾ കസേര 10% നഷ്ടത്തിലും മേശ 10% ലാഭത്തിലും വിൽക്കുന്നു. എന്നിട്ടും അയാൾക്ക് മൊത്തത്തിൽ 100 രൂപ ലാഭമുണ്ട്. ഒരു കസേരയുടെ വില എത്രയാ? 2500 രൂപ. ആദ്യത്തെ 97 എണ്ണൽ സംഖ്യകളുടെ ശരാശരി 49 ആണ്. 275 cc വ്യാപ്തവും 25 ചതുരശ്ര സെന്റിമീറ്റർ അടിസ്ഥാന വിസ്തീർണവുമുള്ള ഒരു ക്യൂബോയിഡിന്റെ ഉയരം എത്രയാണ്? 11 സെന്റിമീറ്റർ ആണ് ഉയരം. 10 പുരുഷന്മാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെങ്കിൽ അതേ ജോലി ചെയ്യാൻ 12 പുരുഷന്മാർക്ക് എത്ര സമയമെടുക്കും? 10 ദിവസമാണ്. അടുത്ത ചോദ്യം, ഒരു പ്രത്യേക ഭാഷയിൽ സിസ്റ്റർ 535-301 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്കിൾ 846-70 എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. ബോയ് എന്നത് 129 എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സൺ എന്നത് എങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്? 524. രണ്ടാമത്തെ സംഖ്യ ആദ്യ സംഖ്യയായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ 3ാമത്തെ സംഖ്യയുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ 31:90 ആണെങ്കിൽ 43:102. തന്നിരിക്കുന്ന സംഖ്യകളിൽ നിന്നും കൂട്ടത്തിൽ ചേരാത്തത് 676 ആണ്. അനു കിഴക്കോട്ട് 20 മീറ്റർ നടന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ പിന്നെ വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ നടക്കും. ഇതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ നടന്നാൽ ഇപ്പോൾ അവൾ ആരംഭിച്ച സ്ഥലത്ത് നിന്നും എത്ര അകലത്തിലാണ് ഉള്ളത്? ആരംഭിച്ച സ്ഥലത്ത് നിന്ന് 45 മീറ്റർ അകലത്തിലാണ് ഉള്ളത്. ഒരു വർഷത്തിലെ സെപ്റ്റംബർ 13 തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ അതേ വർഷം ഒക്ടോബർ 18 ആഴ്ചയിലെ ഏത് ദിവസമായിരിക്കും? തിങ്കളാഴ്ചയായിരിക്കും. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്. വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ ഈസ്. വൺ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും ആണ് ചേർക്കേണ്ടത്. ഐ ആം എ പോലീസ്മാൻ ഡാഷ്. ക്വസ്റ്റ്യൻ ടാഗ് എന്തുവാ? ആരിന്റ് ഐ ആണ്. ഇറ്റ് ഈസ് ഹൈ ടൈം യു ഡാഷ് സ്മോക്കിംഗ്. ഇറ്റ് ഈസ് ഹൈ ടൈം യു സ്റ്റോപ്ഡ് സ്മോക്കിംഗ്. ഇഫ് യു സ്റ്റാർട്ട് ഏർലി യു ഡാഷ് റീച്ച് ഇൻ ടൈം. അപ്പൊ ഇഫ് ക്ലോസില് V1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മെയിൻ ക്ലോസില് വിൽ ഓർ ഷാൽ ഓർ മേ ഓർ ക്യാൻ പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. അപ്പൊ ഇവിടെ വിൽ ഉണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ലെറ്റ്സ് നോട്ട് ഈൽഡ് ഡാഷ് ടെംപ്ടേഷൻ. ഉത്തരം 2 ആണ്. 2. All the assignments should be submitted on time dash they will not be evaluated otherwise. Had better dash music down before your dad gets angry. Turn aane turn. She takes after her father. The phrasal verb takes after in the given sentence means takes after enna resembles. I write dash every day. Diary aanu. DIARY. The synonym for cease. Cease എന്നാൽ എന്താണ്? സ്റ്റോപ്പ് എന്നതാണ് മീനിങ്. സ്റ്റോപ്പ്. അടുത്ത പരിഭാഷപ്പെടുത്തുക. പ്രസൻസ് ഓഫ് മൈൻഡ്. മനസാന്നിധ്യം. ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകൾ. ഒറ്റപ്പദം ജാനകി ആണ്. ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്താണ്? തയ്യാറാകുക എന്നതാണ്. തയ്യാറാകുക. ശരിയായ പദം ഏത്? കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിനകത്തും ഉണ്ടായിരുന്നേ യഥേഷ്ടം. ഓർത്തു വെച്ചോളൂ, 2 പരീക്ഷകൾ അടുപ്പിച്ചടുപ്പിച്ച് വന്നു. യഥേഷ്ടമാണ്, ഇഷ്ടം പോലെ. താഴെ പറയുന്നതിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത് ഏതാ? അനലനാണ്. അനലൻ തീയാണ്, അനിലനാണ് കാറ്റ്. പവനൻ, മാരുതൻ, അനിലനൊക്കെ എന്താണ്? കാറ്റാണ്. ചേർത്തെഴുതുക. സത് അധികം ജനം. ചേർത്തെഴുതിയാൽ സജ്ജനം എന്നതാണ്. സജ്ജനം. വിപരീത പദം എഴുതുക. ഉഗ്രം. ഓപ്പോസിറ്റ് ശാന്തം. ശാന്തം. പിരിച്ചെഴുതുക. നെന്മണി. നെൽ അധികം മണിയാണ് നെന്മണി. നെന്മണി, നെൽ അധികം മണി. കാലുകൾ 2 തവണ കഴുകി. അടിവരയിട്ട പദം എന്താണ്? അലിംഗ ബഹുവചനമാണ്. അലിംഗ ബഹുവചനം. സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ, ലേഖിക. ലേഖികയാണ് ലേഖകന്റെ സ്ത്രീലിംഗ പദം.
അടുത്തത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവരുടെ സ്പെഷ്യൽ ടോപ്പിക്സ് 20 ചോദ്യമുണ്ട്, അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? തടി ഉൽപാദനമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ടൈഗ വനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. അതിനുള്ള കാരണം എന്ത്? സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവി വർഗങ്ങളുമാണ്. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനമാണ് ICFRE. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? കാർബൺ സംഗ്രഹണമാണ് സഹായിക്കുന്നത്. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏത്? റിസർവ് ഫോറസ്റ്റ് ആണ്. റിസർവ് ഫോറസ്റ്റ്. MABയുടെ പൂർണ്ണരൂപം എന്ത്? മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം ആണ് MAB. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് നീലഗിരി മാർട്ടിൻ. നീലഗിരി മാർട്ടിൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏതാ? ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാ? 2012. 2012 ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏതാണ്? എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആണ്. അപകടാവസ്ഥയിലുള്ള സ്പീഷീസ്. ഇന്ത്യയിൽ എത്ര റാംസാർ സൈറ്റുകൾ ഉണ്ട്? ഇന്ത്യയിൽ 89 റാംസാർ സൈറ്റുകളാണുള്ളത്. വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? ചാപ്റ്റർ 6 ഇന്ത്യൻ വന നിയമം 1927 എത്ര ചാപ്റ്ററുകൾ ഉണ്ട്? എത്ര സെക്ഷനുകൾ ഉണ്ട്? 13 ചാപ്റ്ററും 96 സെക്ഷൻസും ആണുള്ളത്. ഇന്ത്യയിൽ വനസംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം? വനസംരക്ഷണ നിയമം 1980 നിലവിൽ വന്നത്. പ്രോജക്ട് ഗ്രേറ്റ് ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം ഏതാണ്? 2013 പ്രോജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്നത്. കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സംരക്ഷിത വനവിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 2 സെക്ഷൻ 3 വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വനസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2 ഗ്രാമവന വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമത്തിലെ 1927 ചാപ്റ്റർ 3 സെക്ഷൻ 28 ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കുന്ന ശിക്ഷ 5 വർഷം 10 ലക്ഷം, 5 വർഷം വരെ തടവ്, 10 ലക്ഷം രൂപ പിഴ. ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റം സൈബർ ടാമ്പറിംഗ് ആണ്. സൈബർ ടാമ്പറിംഗ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 100 ചോദ്യങ്ങൾ. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് അഫയേഴ്സ് വന്ന മേഖലകൾ അത് ഏത് മാസം വരെ ചോദിച്ചു, അപ്പൊ ആ മാസങ്ങൾ കൊണ്ട് നിങ്ങൾ കവർ ചെയ്ത് പഠിക്കുക. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സുകളെല്ലാം അവൈലബിൾ ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും ഒക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.